പ്രൈസ് ലോർഡ്. പുറപ്പാട് പുസ്തകം 11-ാം അധ്യായം 9-ാമത്തെ വാക്യം. യഹോവ മോശയോട്, മിസ്രയീം ദേശത്ത് എൻ്റെ അത്ഭുതങ്ങൾ പെരുകേണ്ടതിന് ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കയില്ല എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. നോക്കുക, പുറപ്പാട് പുസ്തകം 11-ാം അധ്യായം എന്ന് പറയുമ്പോൾ അവസാനത്തെ ബാധയായ കടിഞ്ഞൂൽ സംഹാരത്തിന് തൊട്ട് മുമ്പുള്ള അധ്യായമാണ്. അവിടെ 9 ബാധകളും കഴിഞ്ഞ് നിൽക്കുകയാണ്. മിസ്രയീം ദേശത്ത് 9 ബാധകൾ, 9 അത്ഭുതങ്ങൾ മോശയുടെയും അഹരോന്റെയും കൈയാൽ ദൈവമായ കർത്താവ് ചെയ്യിച്ചു. അവരുടെ കയ്യിലുള്ള അധികാരത്തിന്റെ വടി ആ കർത്താവ് പറയുന്ന സമയത്ത് നീട്ടുക എന്ന് പറയുമ്പോൾ അവർ നീട്ടി. അവർ ആ അധികാരത്തോടെ കൽപ്പിച്ചപ്പോൾ ബാധകൾ മിസ്രദേശത്ത് ഉണ്ടാകുവാനിടയായി തീർന്നു. നമുക്കറിയാം, 9 ബാധകളാൽ ഒട്ടുമിക്ക ഹല്ലേലൂയ ആമേൻ ആ സ്ഥലങ്ങൾ നശിച്ചു കഴിഞ്ഞു. അവരുടെ സമ്പത്തുകൾ നശിച്ചു. അവരുടെ സകല ഹല്ലേലൂയ ശക്തികളും അവരുടെ സകല സ്തോത്രം ശക്തി സ്രോതസ്സുകളും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അവിടുത്തെ മന്ത്രവാദികൾക്ക് ആദ്യമൊക്കെ ചിലതൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ദൈവം അനുവദിച്ചു. പക്ഷേ പിന്നീടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അവരുടെ ശക്തിയെല്ലാം, അവരുടെ മന്ത്രവാദികളുടെ ശക്തികളെ ദൈവം ചോർത്തിക്കളഞ്ഞു. അവരുടെ തന്ത്രങ്ങളുടെ ശക്തിയെല്ലാം ദൈവം ചോർത്തിക്കളഞ്ഞു. എന്നിട്ട് ഭൃത്യന്മാര് തന്നെ ഫറവോനോട് പറയുക, ഇത് ദൈവത്തിന്റെ കൈയാണ്, നീ ഇവരെ വിട്ടയച്ചു കൊള്ളുക, ഹല്ലേലൂയ, ദൈവത്തോട് നീ മത്സരിക്കരുത് എന്ന് വ്യക്തമായിട്ട് ഭൃത്യന്മാര് പോലും ഫറവോനോട് പറയത്തക്ക രീതിയിൽ ദൈവത്തിന്റെ കൈ അവിടെ വ്യാപരിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. നോക്കുക, 10 ബാധകൾ, ഓരോ ബാധകൾ വരുമ്പോഴും ഫറവോൻ തന്റെ ഹൃദയം കഠിനമാക്കുകയാണ്. ഫറവോന്റെ ജീവിതത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അത്ഭുതങ്ങൾ കണ്ടിട്ടും ആ അത്ഭുതത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ഒരു ശിക്ഷ എൻ്റെ നേരെ വന്നിട്ടും ആ ശിക്ഷയെ മനസ്സിലാക്കാതെ, ദൈവം എന്നോട് സംസാരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന കഠിന ഹൃദയമാകുന്ന ഫറവോന്റെ ഹൃദയം. ഹല്ലേലൂയ. നോക്കുക പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, 10 ബാധകൾ 9 ബാധകൾ അയക്കുമ്പോഴും അതിന്റെ അവസാനത്തെ വാക്ക് ഇങ്ങനെ പറയുന്നു, ഈ പ്രാവശ്യവും തന്റെ ഹൃദയം കഠിനമാക്കി ജനത്തെ വിട്ടയച്ചില്ല. ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു, അവൻ ജനത്തെ വിട്ടയച്ചില്ല. ഇങ്ങനെ നാം ഓരോ ഭാഗങ്ങൾ, ഓരോ അത്ഭുതങ്ങൾ കഴിയുമ്പോഴും, ഓരോ ബാധ കഴിയുമ്പോഴും നമുക്കങ്ങനെ കാണാനായിട്ട് കഴിയും. നോക്കുക പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങൾ ഹല്ലേലൂയ സംഭവിക്കും. ചില അടയാളങ്ങൾ കർത്താവ് നമ്മോട് സംസാരിക്കും. അടയാളങ്ങളാൽ, അത്ഭുതങ്ങളാൽ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ നാം കേൾക്കാതെ ഇരിക്കുന്നത് നമ്മുടെ ഹൃദയം കഠിനമാകുന്നത് കൊണ്ടത്രേ. ചില ദർശനങ്ങൾ, ചില അടയാളങ്ങൾ, ചില അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം കണ്ണിന് മുമ്പിൽ ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിൽ സംഭവിച്ചില്ലായിരിക്കാം. നമ്മുടെ ദേശത്ത് സംഭവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കഠിനമായി പോകരുത്. കഠിനമായി പോയ ഫറവോന്റെ ജീവിതം അവസാനം നാം എന്തായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഞാൻ യഹോവയെ അനുസരിപ്പാൻ അവൻ ആര് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഫറവോന്റെ വാക്ക് അവസാനം ഹല്ലേലൂയ യഹോവയുടെ ജനത്തെ അവിടുന്ന് ഓടിച്ചു കളയത്തക്ക രീതിയിൽ ദൈവം അവിടെ പ്രവർത്തിക്കുകയാണ്. ഒടുവിൽ ഹല്ലേലൂയ യഹോവയുടെ ജനത്തെ നശിപ്പിച്ചു കളയുവാൻ സമുദ്രത്തിന് നടുവിലേക്ക് ഇറങ്ങിയ ഹല്ലേലൂയ ഫറവോനും സൈന്യവും വെള്ളത്തിൽ മുങ്ങിച്ചാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നോക്കുക, ഹൃദയത്തെ കഠിനമാക്കുവാൻ ഇടയാക്കുക. ദൈവം നമ്മോട് സംസാരിക്കുന്ന ഓരോ അടയാളങ്ങളും, ഓരോ അത്ഭുതങ്ങളും അത് മിസ്രയീം ജനത്തിനു വേണ്ടി മാത്രമല്ല, നമുക്ക് വേണ്ടി കൂടെ ദൃഷ്ടാന്തമായി തന്നിരിക്കുന്നു എന്ന് നാം ഓർക്കണം. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ പെരുക്കേണ്ടതിന്, ഹല്ലേലൂയ, അതായത് ദൈവത്തിന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം കാണുമ്പോൾ, ചിലരുടെ മേലുള്ള ശിക്ഷകൾ നാം കാണുമ്പോൾ, ചിലരുടെ മേൽ ദൈവം കാണിക്കുന്ന കോപവും ക്രോധവും നാം കാണുമ്പോൾ, ചില ദേശങ്ങളുടെ മേൽ, ചില വ്യക്തികളുടെ മേൽ, ചില രാജ്യങ്ങളുടെ മേൽ ദൈവം കാണിക്കുന്ന അത്ഭുതങ്ങൾ നാം കാണുമ്പോൾ, പ്രവചന നിവൃത്തികൾ നാം കാണുമ്പോൾ നമ്മുടെ ഹൃദയം വീണ്ടും വീണ്ടും ഫറവോനെ പോലെ കഠിനമാക്കുകയല്ല ചെയ്യേണ്ടത്. ഹൃദയം ദൈവത്തിന് ഹല്ലേലൂയ മുമ്പിൽ നാം അടിയറവ് പറയണം. ദൈവത്തിന് മുമ്പിൽ ഹല്ലേലൂയ കർത്താവിന് മുമ്പിൽ കർത്താവിന്റെ സന്നിധിയിൽ വരേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഹൃദയം കഠിനമാക്കും തോറും ഒരുപക്ഷെ ദൈവം നാം ഒരു മത്സര ബുദ്ധിയോടെ ദൈവത്തോട് പെരുമാറുന്നത് പോലെയായി പോകുകയാണ്. സ്തോത്രം. ഞാൻ അത്ഭുതം കണ്ടെങ്കിലേ എനിക്ക് ദൈവത്തെ അനുസരിക്കാൻ കഴിയൂ, ഇന്ന കാര്യം നടന്നെങ്കിൽ മാത്രമേ ഞാൻ ദൈവത്തെ അനുസരിക്കൂ എന്നൊക്കെ പറയുന്നത് ഹൃദയകാഠിന നിമിത്തമത്രേ. കർത്താവ് ഒരു കാര്യം ചെയ്യുവാൻ പറയുമ്പോൾ, ഞാൻ ഇന്ന അടയാളം കണ്ടാൽ ഞാൻ ചെയ്യാം, ഇന്ന അത്ഭുതം കണ്ടാൽ ഞാൻ അതനുസരിക്കാം, അത് ദൈവത്തോട് മത്സരിക്കുന്നതിന് തുല്യമാണ്. അത് ഫറവോന്റെ ഹൃദയമാണ്. ഹല്ലേലൂയ. പ്രിയരേ, ഫറവോന്റെ ഹൃദയം കൊണ്ട്
നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ആമേൻ. നാം ഫറവോനെ കുറ്റം പറയുമ്പോൾ ആ ഫറവോന്റെ സ്വഭാവങ്ങൾ എന്നിലുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഈ ദിവസങ്ങളിൽ അത്ഭുതങ്ങൾ പെരുകി അല്ലെങ്കിൽ അടയാളങ്ങൾ ദൈവം കാണിക്കുമ്പോൾ ആ അടയാളങ്ങൾക്ക് ദൈവത്തിന് അടയാളങ്ങളിലൂടെ എന്നോട് സംസാരിക്കുവാനുണ്ട് എന്ന് മനസ്സിലാക്കി അത് ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, ദൈവസന്നിധിയിൽ താഴുവാൻ, ദൈവസന്നിധിയിൽ മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുമാറാകട്ടെ. ആമേൻ.